ചരിത്രം കൊട്ടാരങ്ങളിൽ മാത്രം എഴുതപ്പെടുന്നില്ല. ചിലപ്പോൾ അത് ഫുട്ബോളിന്റെ മൈതാനത്തിലും എഴുതപ്പെടുന്നു. ആ ചരിത്രം ഇന്ന് സ്പെയിനിന്റെ പേരിലാണ്. ഇതൊരു കിരീടത്തിന്റെ കഥ മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ ആത്മവിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും വിജയത്തിന്റെയും കഥയാണ്. അതെ, ലോക ചാമ്പ്യന്മാരായ സ്പെയിനിന്റെ കഥ. എന്നാൽ ലോക ചാമ്പ്യന്മാരായ സ്പെയിനിനെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഈ രാജ്യത്തിനെ മനസ്സിലാക്കണം. യൂറോപ്പിന്റെ തെക്കു പടിഞ്ഞാറൻ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സ്പെയിൻ ചരിത്രവും സംസ്കാരവും കലയും പ്രകൃതിയും ഒരുപോലെ സമ്പന്നമായ ഒരു രാജ്യമാണ്. നൂറ്റാണ്ടുകളുടെ കഥകൾ പറഞ്ഞു നൽകുന്ന കൊട്ടാരങ്ങൾ, കാലത്തെ അതിജീവിച്ച കോട്ടകൾ, നീലക്കടലിനെ ചേർത്ത് നിൽക്കുന്ന തീരങ്ങൾ, മേഘങ്ങളെ തൊടുന്ന മലനിരകൾ, ഓരോ കാഴ്ചയും സ്പെയിനിന്റെ മഹത്വത്തിന് സാക്ഷ്യം വഹിക്കുന്നു. എന്നാൽ സ്പെയിനിന്റെ യഥാർത്ഥ ആത്മാവ് കാണണമെങ്കിൽ അതിന്റെ നഗരങ്ങളിലോ കൊട്ടാരങ്ങളിലോ മാത്രമല്ല, ഫുട്ബോൾ മൈതാനങ്ങളിലേക്ക് നോക്കേണ്ടതാണ്. കാരണം ഈ രാജ്യത്ത് ഫുട്ബോൾ ഒരു കളിയല്ല, അതൊരു വികാരമാണ്. തലമുറകളിലൂടെ കൈമാറപ്പെടുന്ന ഒരു പാരമ്പര്യമാണ്. ആ പാരമ്പര്യമാണ് ഇന്ന് ലോകത്തിന്റെ നെറുകയിലെത്തിയത്. എന്നാൽ ഓരോ മഹത്തായ വിജയത്തിന്റെയും പിന്നിൽ പറയപ്പെടാത്ത ഒരു കഥയുണ്ട്. സ്പെയിനിന്റെ ആ അസാധാരണ യാത്ര എവിടെയാണ് ആരംഭിച്ചത്? വർഷം 1920. വേദി ബെൽജിയത്തിലെ ആന്റ്വെർപ്പ് ഒളിമ്പിക്സ്. ലോകം ഇതുവരെ സ്പെയിനിനെ ഒരു ഫുട്ബോൾ ശക്തിയായി കണ്ടിരുന്നില്ല. എന്നാൽ ആ ദിവസം എല്ലാം മാറി. ആദ്യ അന്താരാഷ്ട്ര മത്സരത്തിൽ തന്നെ സ്പെയിൻ തന്റെ വരവ് ലോകത്തെ അറിയിക്കുകയായിരുന്നു. ആരും പ്രതീക്ഷിക്കാത്ത ഒരു ചരിത്രം അവിടെ നിശബ്ദമായി ആരംഭിച്ചു. ആ ദിവസം ആരും അറിഞ്ഞിരുന്നില്ല ഈ ചെറിയ തുടക്കം ഒരു നാൾ ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ ഇതിഹാസങ്ങളിൽ ഒന്നായി മാറുമെന്ന്. ആ ആദ്യ ചുവടുവെപ്പിൽ നിന്നാണ് ലോകത്തെ വിസ്മയിപ്പിച്ച സ്പെയിനിന്റെ യാത്ര ആരംഭിച്ചത്. 1920 ആരംഭിച്ച ആ യാത്ര പിന്നീട് ലോക ഫുട്ബോളിലെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു. തോൽവികളും തിരിച്ചറിവുകളും വിജയങ്ങളും നിറഞ്ഞ ആ പാത ഒടുവിൽ സ്പെയിനിനെ ലോക ചാമ്പ്യന്മാരാക്കി. അതാണ് സ്പെയിനിന്റെ കഥ. ഒരു രാജ്യത്തിന്റെ, ഒരു ടീമിന്റെ, ഒരു ഇതിഹാസത്തിന്റെ കഥ.